പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് ഗുണകരമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം നിയമനിർമ്മാണ ചരിത്രവും മറക്കരുത്. സർക്കാരും പ്രതിപക്ഷവും ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും ഡൽഹിയിൽ അഖിലേന്ത്യാ സ്പീക്കേഴ്സ് കോൺഫറൻസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഡൽഹി നിയമസഭയിലാണ് അഖിലേന്ത്യാ സ്പീക്കേഴ്സ് കോൺഫറൻസ് ആരംഭിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി വിഠൽ ഭായ് പട്ടേൽ കേന്ദ്ര അസംബ്ലിയുടെ സ്പീക്കറായി മാറിയതോടെയാണ് ഭാരതത്തിന്റെ നിയമനിർമ്മാണ ചരിത്രം ആരംഭിച്ചതെന്നും സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം നിയമനിർമ്മാണ ചരിത്രവും ഓർമ്മിക്കണമെന്നും പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പക്ഷപാതമില്ലാതെ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും പാർലമെന്റിനും നിയമസഭകൾക്കും സാധിക്കണം. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. अपने राजनीतिक हितों के लिए संसद और विधानसभाओं में को चलने ही नहीं देना, ये वाद विवाद नहीं होता है. विरोध संयमपूर्ण होना चाहिए. प्रतीकात्मक विरोध का अपना स्थान है, मगर विरोध करने के बहाने दिनों तक पूरे सत्र तक सदन को चलने नहीं देना, ये जो परंपराएं हो रही है, इस पर देश ने कभी न कभी विचार करना पड़ेगा. देश की जनता ने भी विचार करना पड़ेगा, चुने हुए जनप्रतिनिधियों ने भी विचार करना, क्योंकि जब चर्चा समाप्त हो जाती है तो सदन का देश के विकास में योगदान ही बहुत कम रह जाता है. നിയമസഭയുടെ അന്തസ്സ് നഷ്ടപ്പെട്ടപ്പോഴെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സർക്കാരും പ്രതിപക്ഷവും ജനങ്ങൾക്കു വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർമാരും ഡെപ്യൂട്ടി സ്പീക്കർമാരും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത മുതിർന്ന കേന്ദ്രമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.